കസ്റ്റഡി മർദ്ദന പരാതികൾ നിരന്തരം ചർച്ചയായിക്കൊണ്ടേയിരിക്കുകയാണ്. ആലപ്പുഴ ഡിവൈഎസ്പിയും നേരത്തെ കോന്നി സിഐയുമായിരുന്ന മധു ബാബുവിനെതിരായ നിരവധി പരാതികൾ നമ്മൾ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് മുൻ SFI നേതാവായിട്ടുള്ള ജയകൃഷ്ണൻ തണ്ണിത്തോടിൻ്റെതായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ DGP ആയിരുന്ന TP സെൻകുമാറിന്റെ പോസ്റ്റും ഒക്കെ ആരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഏതായാലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ് പരിഗണിച്ചാണ് കോന്നി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധു ബാബുവിനെതിരെ നടപടിയെടുക്കാതിരുന്നത് എന്ന മുൻ DGP TP സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പരാതിക്കാരൻ ജയകൃഷ്ണൻ തണ്ണിത്തോട്. TP സെൻകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നാണ് ജയകൃഷ്ണൻ പറയുന്നത്. മധു ബാബുവിന്റെ പ്രൊമോഷൻ പട്ടികയിൽ ഇടം നേടാൻ മുൻ DGP സെൻകുമാർ അവസരമൊരുക്കിയെന്നുകൂടി ജയകൃഷ്ണൻ തണ്ണിത്തോട് ആരോപിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊരു അടിസ്ഥാനവുമില്ല. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ആ അന്വേഷണ റിപ്പോർട്ട് തടഞ്ഞു വെക്കരുതെന്നുള്ള ഗവൺമെന്റിന് ഒരുപാട് സർക്കുലറുകളുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. പ്രമോഷനു വേണ്ടി മധുബാബുവിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്തത്. കോടതി സ്റ്റേ ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഇത്തരം നടപടികൾ തടഞ്ഞു വെക്കരുതെന്ന് ഗവൺമെന്റ് തന്നെ സർക്കുലർ ഉള്ളപ്പോൾ അദ്ദേഹം വളരെ ബോധപൂർവമായി മധുബാബുവിനെ ഈ വിഷയത്തിൽ സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് ഇതിനപ്പുറത്ത് വേറെ തെളിവ് വേണ്ടല്ലോ. പ്രതിയെ സഹായിക്കാൻ വേണ്ടി പ്രതിക്ക് DYSP പ്രൊമോഷൻ പട്ടികയിലേക്ക് ഇടം നേടാനും പ്രൊമോഷൻ കിട്ടാനും വേണ്ടിയുള്ള അവസരമൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ സെൻകുമാർ സാറ് മധുബാബുവിന് വേണ്ടി ചെയ്തു കൊടുത്തത്. തന്റെ കീഴുദ്യോഗസ്ഥനെതിരെ ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ ഇത് അദ്ദേഹം ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാരനൊപ്പമാണോ നിൽക്കേണ്ടത്? കാരണം ബെഹ്റയുടെ കാലത്തല്ല ഈ ഒരു നടപടിക്ക് ശുപാർശ ചെയ്യപ്പെടുന്നത്. അത് സെൻകുമാർ സാറിന്റെ കാലത്താണ് ഈ സാധനം ശുപാർശ ചെയ്യപ്പെടുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, നടപടിയെടുത്തില്ല എന്നത് മാത്രമല്ല ഈ ഇത്തരത്തിൽ മർദ്ദിച്ച ഉദ്യോഗസ്ഥന് സംരക്ഷണം ഒരുക്കി എന്ന് കൂടിയാണ് ജയകൃഷ്ണന്റെ ആരോപണം. വിനീത, ജയകൃഷ്ണൻ തണ്ണിത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി TP സെൻകുമാറിനെതിരെ ഇത്തരത്തിലുള്ളൊരു പരാതി ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും തനിക്ക് കോന്നി പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് ലോക്കപ്പ് മർദ്ദനമേറ്റ വിഷയത്തിൽ അന്ന് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന മധുബാബുവിനെതിരെ ജില്ലാ പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് DGPക്ക് നൽകിയിരുന്നു. 2016 അന്ന് DGP സെൻകുമാർ ആയിരുന്നു. പക്ഷേ DGPയുടെ സമക്ഷം ആ റിപ്പോർട്ട് വന്നിട്ടും തന്നെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല. പകരം അദ്ദേഹത്തിന് പ്രമോഷൻ കിട്ടിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പരാതിയായി ജയകൃഷ്ണൻ തണ്ണിത്തോട് പറയുന്നത്. ഇതിനെല്ലാം മറുപടി കഴിഞ്ഞ ദിവസം TP സെൻകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ നൽകിയിരുന്നു. ആ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആ ഒരു കുറിപ്പിൽ അതിന്റെ ഏറ്റവും അവസാന വാചകത്തിലാണ് തന്റെ നിലപാട് TP സെൻകുമാർ വ്യക്തമാക്കിയത്. അത് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഓർഡറിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ക്രിമിനൽ കേസിൽ തീരുമാനമുണ്ടാകുന്നതുവരെ സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ നടപടി എടുക്കരുതെന്ന്. അതായത് അന്ന് ജില്ലാ പോലീസ് മേധാവി ഈ മധുബാബുവിനെതിരെ ഒരു റിപ്പോർട്ട് താൻ DGP ആയിരുന്നപ്പോൾ ലഭിച്ചെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവ് ഉള്ളതിനാൽ അതുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത് എന്നാണ് TP സെൻകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നത്. ഇതിനെയാണ് ഇപ്പോൾ ജയകൃഷ്ണൻ തണ്ണിത്തോട് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അങ്ങനെ ഒരു ഉത്തരവ് ഇടുമോ എന്നാണ് ജയകൃഷ്ണൻ തണ്ണിത്തോട് ചോദിക്കുന്നത്. ഏതായാലും നടപടി വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജയകൃഷ്ണൻ തണ്ണിത്തോട്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.